ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. സാന്റോസിന് വേണ്ടിയുള്ള കഴിഞ്ഞ മത്സരം അദ്ദേഹം കളിച്ചിരുന്നില്ല. ഫലമായിക്കൊണ്ട് ആ മത്സരത്തിൽ വാസ്കോയോട് സാന്റോസ് പരാജയപ്പെടുകയും ചെയ്തു. ഇനിയിപ്പോൾ സാന്റോസിന്റെ അടുത്ത മത്സരം ബാഹിയക്കെതിരെയാണ്. ഏപ്രിൽ 7-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് ആ മത്സരം നടക്കുക. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കുമോ എന്നുള്ളത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. ഇക്കാര്യത്തിൽ കൺഫർമേഷനുകൾ ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ ആ മത്സരത്തിലും നെയ്മർ പുറത്തിരിക്കാനാണ് സാധ്യത എന്നാണ് സാന്റോസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു പൂർണ്ണ ഫിറ്റ്നസ് നെയ്മർ കൈവരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കേണ്ടതില്ല, അദ്ദേഹത്തിന് ആവശ്യമായ വിശ്രമം നൽകാം എന്നുള്ള ഒരു നിലപാടിലാണ് സാന്റോസിലെ മെഡിക്കൽ ടീം ഉള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിലും നെയ്മർ ജൂനിയർ പുറത്തിരിക്കാനാണ് സാധ്യത. അതേസമയം സാന്റോസിന്റെ മറ്റൊരു സൂപ്പർ താരമായ സോറ്റൽഡോ ആ ഒരു മത്സരത്തിൽ തിരിച്ചെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് ഏപ്രിൽ 14-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം സാന്റോസ് കളിക്കുന്നുണ്ട്. കരുത്തരായ ഫ്ലുമിനൻസ് ആണ് അവരുടെ എതിരാളികൾ. മാരക്കാനയിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരം നടക്കുക. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ ഒരു മത്സരം ഏപ്രിൽ 14-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 4 മണിക്കാണ് അരങ്ങേറുക. ബ്രസീലിയൻ ലീഗിലെ 3-ാം റൗണ്ട് പോരാട്ടമാണ്. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ വാസ്കോയോട് പരാജയപ്പെട്ടു. അടുത്ത മത്സരത്തിൽ ബാഹിയയാണ് അവരുടെ എതിരാളികൾ. ഏതായാലും തിരിച്ചുവരവിൽ നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ലീഗിൽ ഇതുവരെ അരങ്ങേറിയിട്ടില്ല. അടുത്ത ഫ്ലുമിനൻസിനെതിരെയുള്ള മത്സരത്തിൽ അത് സംഭവിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.